നമുക്കിന്ന് വൈകിട്ട് ചായക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ? നമ്മുടെ വീട്ടിലെ ടീംസിന് ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഭയങ്കര വിശപ്പാണ്. ചോറാണെങ്കിൽ അവർക്ക് പറ്റില്ല, അവർക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സ്നാക്സ് വേണം. ഒന്നും നോക്കിയില്ല, ഇന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് കരുതി. 5 പീസ് ശർക്കര, കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കിയിട്ട് ആറാൻ വേണ്ടി മാറ്റി വെക്കണം. ഞാൻ 1.5 കപ്പ് റവയാണ് കേട്ടോ എടുക്കുന്നത്. 1.5 കപ്പ് റവയിൽ ഈ തണുത്ത ശർക്കര പാനി ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. റവ എല്ലായിടത്തും മിക്സായി വരണം കേട്ടോ. കട്ട കുത്താത്ത രീതിയിൽ നമ്മളത് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് 1 മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ 1.5 മണിക്കൂറിന് ശേഷം നമുക്കത് എടുത്തിട്ട് അതിലേക്ക് അതേ മെഷർമെൻറ്റിൽ 1.5 കപ്പ് മൈദ നമുക്ക് ചേർക്കണം. 1.5 കപ്പ് റവയിലേക്ക് അതേ മെഷർമെൻറ്റ് അളവിൽ തന്നെ 1.5 കപ്പ് മൈദ കൂടെ ചേർക്കാം. കൂട്ടത്തിൽ ഒരു ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് ബാറ്റർ ഉണ്ടാക്കുക. നമുക്ക് കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കാം. ഞാനിതിനകത്ത് കാണിക്കാത്തൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ കുറച്ച് തേങ്ങ വറുത്തതും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി കേട്ടോ. പിന്നെ അതുപോലെ 2 പഴം കൂടി മിക്സിയിൽ അടിച്ച് യോജിപ്പിച്ച് അതും കൂടി ചേർത്ത് ഒരു 4 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വയ്ക്കുക കേട്ടോ. 4 മണിക്കൂറിന് നേരത്തേക്ക് ശേഷം നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ശരിക്കും ഇതൊരു ഓതൻറ്റിക് സ്റ്റൈൽ ഓഫ് ഉണ്ണിയപ്പം അല്ല. ഇതെനിക്കെൻ്റെ ചേട്ടൻ്റെ വൈഫ് പറഞ്ഞു തന്നിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഞാൻ ഈ റെസിപ്പി കിട്ടിയതിന് ശേഷം പിന്നെ എപ്പോഴും ഉണ്ണിയപ്പത്തിന് ഇത് തന്നെയാണ് ഫോളോ ചെയ്ത് പോകാറ് കേട്ടോ.